നെക്സ്റ്റ് നമ്മളുടെ ടോപ്പിക്ക് ഡിസൈൻ കോൺസെപ്റ്റ്സ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പം നമ്മളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ്, അതായത് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേയുള്ള ഫേസാണ് ഏത്, ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്താണ്, കോഡിങ്ങും അതിൻ്റെ മെയിൻ്റനൻസും ഒക്കെ എന്താവും, സിമ്പിളാക്കാൻ പറ്റും. ഓക്കെ, in the field of software development, there are many stages of planning and analyze before the project is finalized and development can formally begin. Okay, design always come before development, and functional design makes coding and maintenance very simple. Okay, എന്തൊക്കെയാണ് 7 പ്രിൻസിപ്പിൾസ് കോഡിങ്ങിൽ? ഒന്ന് അബ്സ്ട്രാക്ഷൻ, നിങ്ങൾ ഊപ്സ് കോൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും. അബ്സ്ട്രാക്ഷൻ എന്താണ്? പാറ്റേൺസ് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിൽ, ഫസ്റ്റ് മൊഡ്യൂളിലോ സെക്കൻഡ് മൊഡ്യൂളിലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ എന്താണ് പാറ്റേൺ എന്ന് പറയുന്നത്. ദെൻ സെപ്പറേഷൻ ഓഫ് ഡേറ്റ, മൊഡുലാരിറ്റി നമുക്കറിയാം, ഫങ്ഷൻസ് ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആക്കിയിട്ട് ചെയ്യുന്നത്. ദെൻ ഡേറ്റ ഹൈഡിങ്, ഊപ്സ് കോൺസെപ്റ്റിൽ വരുന്ന അതേ സംഭവം തന്നെ. ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് ആൻഡ് റീഫാക്ടറിങ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വരുന്നത് അബ്സ്ട്രാക്ഷൻ. നമ്മളുടെ ഊപ്സ് കോൺസെപ്റ്റിൽ എന്താണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത്, അതായത് ആ ഒരു അതിൻ്റെ സ്കെലിട്ടൺ, അതായത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് വരുന്നില്ല, എന്താണ് അതിൽ എന്തൊക്കെ ഫങ്ഷൻസ് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഓൺലി ഡിക്ലറേഷൻ മാത്രമാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അവർ ഫസ്റ്റ് പ്രിൻസിപ്പിൾ അബ്സ്ട്രാക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് hiding complex properties or characteristics from the software itself to keep things more simplistic. ഓക്കെ, അപ്പോൾ ആ ഒരു അബ്സ്ട്രാക്റ്റ്, ആ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. ഓൺലി ആ ഫങ്ഷൻസ്, അതിൽ വരുന്ന ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് എന്താ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവില്ല, ഓൺലി ഡിക്ലറേഷൻ. ദിസ് അലൗസ് ഫോർ എ much higher level of efficiency for complex software design, since it allows the developers to list out only the necessary elements or objects required. Okay, അപ്പം നമ്മൾ ആ നെസസറി അതിൽ എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഓക്കെ, in this principle, the developer will define the properties, types of functions and the interface for each of said objects in the പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ അബ്സ്ട്രാക്റ്റിൽ നമ്മൾ എന്താണ്, നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന എന്താ ഇൻ്റർഫേസ്, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ക്ലാസ്, എന്തൊക്കെ പ്രോപ്പർട്ടീസ്, അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇത് മാത്രം, അതിൻ്റെ ഡിക്ലറേഷൻ മാത്രം അവിടെ കൊടുക്കും. The developers will be able to hide the complicated and unnecessary details in the background while retaining core information in the foreground. ഓക്കെ, അപ്പം എന്താണ് ഫോർഗ്രൗണ്ടിൽ അവർ കാണിക്കുക എന്താണ്, ഈ ഒരു ഡീറ്റെയിൽസ് മാത്രം, അതിൻ്റെ കോംപ്ലക്സ് പാർട്ട് അവരവിടെ ഹൈഡ് ചെയ്യും. ഓക്കെ, അബ്സ്ട്രാക്റ്റ് ക്ലാസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജാവയിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, ഓൺലി ആ ഒരു സ്കെലിട്ടൺ എന്താണ് അത് ചെയ്യുന്നത് എന്നത് മാത്രം. ഓക്കെ, there are three commonly used abstraction mechanism in software design. ഏതൊക്കെയാണ്? ഫങ്ഷണൽ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, എന്താണ് ഫങ്ഷണൽ അബ്സ്ട്രാക്ഷൻ പറയുന്നത്? This involves the use of parameterized സബ് പ്രോഗ്രാംസ്. അതായത് നമ്മളുടെ പ്രോഗ്രാം നമ്മൾ ഡിവൈഡ് ചെയ്യല്ലോ, ഫങ്ഷൻസ്. എന്തിനാണ് ഫങ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്? എന്താണ്, നമുക്ക് വലിയ പ്രോഗ്രാംസൊക്കെ നമുക്ക് ചെറുതായി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അത്രയും സിമ്പിളാണ് നമ്മളുടെ കോഡ്. പിന്നെന്താണ്, റിപ്പിറ്റേഷൻ, ഏതെങ്കിലും കോഡിൻ്റെ റിപ്പിറ്റേഷൻ വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, റിപ്പിറ്റേഷൻ വരുന്ന കോഡൊക്കെ നമുക്ക് ഒരു ഫങ്ഷനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയൊക്കെ ആവശ്യം വരുന്നോ അവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അത് കോൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, വലിയ ഒരുമിച്ചൊരു പ്രോഗ്രാം എഴുതുന്നതിന് പകരം ചെറിയ ഇപ്പം അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പ്രോഗ്രാമാണ് എന്ന് വിചാരിക്കുക. അത് നമുക്ക് അഡീഷൻ ഒരു ഫംഗ്ഷൻ, സബ്ട്രാക്ഷൻ ഒരു ഫംഗ്ഷൻ അങ്ങനെ ആവുന്ന സമയത്ത് എന്താ, നമുക്ക് കാണുമ്പം അത് സിമ്പിളാണ്,
എവിടെയെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു പാർട്ടിൽ മാത്രം പോയിട്ട് ചേഞ്ച് വരുത്താൻ പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്. This involves the use of parameterized subprograms. Functional abstraction can be generalized as collection of subprograms referred to as groups. With these groups, there exist routines which may be visible or hidden. Visible routines can be used within the containing group as well as within other groups, whereas hidden routines are hidden from other groups and can be used within the containing group only. Okay. Then data abstraction. എന്താണ് data abstraction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? This involves specifying data that describes a data object. For example, the data object window encompasses a set of attributes, window type, window dimension, that describes the window object clearly. In this abstraction mechanism, representation and manipulation details are ignored. ഓക്കെ, അതാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. അതായത് നമ്മൾ ഒരു ഡേറ്റ, ഒരു ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് അത് ഹൈഡ് ചെയ്യുക. ഓക്കെ, ഇപ്പം പറഞ്ഞത്, ഇപ്പം വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിൻ്റെ അട്രിബ്യൂട്ട്സ് ഉണ്ടല്ലോ. ഇപ്പം സ്റ്റുഡൻറ്റിൻ്റെ അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? ഐ ഡി, നെയിം, അഡ്രസ്സ്, അത് നമ്മൾ കാണിക്കും. ഓക്കെ, സ്റ്റുഡൻറ്റിൽ ഇത്രയും കാര്യങ്ങൾ അത്. പക്ഷേ അതിൻ്റെ മാനിപ്പുലേഷൻ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. അടുത്തത് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. എന്താണ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദിസ് സ്റ്റേറ്റ്സ് ദി ഡിസൈർഡ് എഫക്റ്റ് വിതൗട്ട് സ്റ്റേറ്റിംഗ് ദി എക്സാക്ട് മെക്കാനിസം ഓഫ് കൺട്രോൾ. For example, if the while statement in programming language like C and C++ are abstractions of mechanism code implementation which involves conditional instructions, in the architectural design level, this abstraction mechanism permits specification of sequential subprogram and explanation handlers without the concern for exact details of implementation. അതായത് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ വൈൽ, ഫോർ, ഡു വൈൽ, അങ്ങനത്തെ ലൂപ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു വർക്കിംഗ്, അതിൻ്റെ ഫ്ലോ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അത് മാത്രം ആ ഒരു ഡിസൈൻ ലെവലിൽ നമ്മൾ പറയും. ആ കണ്ടീഷണൽ, ആ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്ത് വെക്കും. അതാണ് പറയുന്നത് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ അബ്സ്ട്രാക്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് പാറ്റേൺ ആണ്. പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു പ്രോബ്ലം സൊല്യൂഷൻ കാണുക, അതിനാണ് നമ്മൾ പാറ്റേൺ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ കുറേ പ്രൊജക്റ്റൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം ഈ എല്ലാ പ്രൊജക്റ്റിലും കോമൺ ആയിട്ട് വരുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന പ്രോബ്ലംസിന് നമ്മൾ എന്ത് ചെയ്യും? സൊല്യൂഷൻസ് കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും. ആ സൊല്യൂഷൻസ് വേറെ പ്രൊജക്റ്റൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതേ പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മൾ ഈ സൊല്യൂഷൻ എടുത്ത് അപ്ലൈ ചെയ്യും. ഓക്കെ, അതാണ് പാറ്റേൺ വരുന്നത്. A pattern provides a description of the solution to recurring design problems of some specification domain in such a way that the solution can be used again and again. ഓക്കെ, അതാണ് പാറ്റേൺസ് എല്ലാ പാർട്ടിലും, എല്ലാ സ്റ്റേജസിലും വരും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നു, അത് മുതൽ ഏറ്റവും ലാസ്റ്റ് വരെ ഈ പാറ്റേൺ ഓരോ ഫേസിലും ഓരോ പാറ്റേൺസ് ഉണ്ടായി നമ്മൾ വെക്കും. ഇപ്പം ഡിസൈനിൻ്റെ കേസ് ആകുമ്പോൾ ഡിസൈൻ പാറ്റേൺ, അതായത് എല്ലാ പ്രൊജക്റ്റും ചെയ്യുന്ന സമയത്ത് ഓരോ പ്രൊജക്റ്റിലും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ട് വരുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസിനൊക്കെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. ആ സൊല്യൂഷൻ എന്ത് ചെയ്യുക? നമ്മൾ വേറൊരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ എടുത്ത് അപ്ലൈ ചെയ്യുക. അതാണ് പറയുന്നത്. The objective of each pattern is to provide an insight to a designer who can determine the following. എന്താണ്? Whether the pattern can be reused. ഓക്കെ, ഇത് റീയൂസ് ചെയ്യാൻ പറ്റുമോ? വെദർ ദി പാറ്റേൺ ഈസ് ആപ്ലിക്കബിൾ ടു ദി കറൻറ്റ് പ്രൊജക്റ്റ്. ഇപ്പോൾ നമ്മളൊരു ഒരു പ്രോബ്ലം വന്നു, അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേൺ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതായത് സൊല്യൂഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആ പ്രോബ്ലത്തിന്, അത് ഈ പ്രൊജക്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? വെദർ ദി പാറ്റേൺ ക്യാൻ ബി യൂസ് ടു ഡെവലപ്പ് സിമിലർ ബട്ട് functionally or structurally different design pattern. Okay,
അപ്പോൾ ഈ പാറ്റേൺ ഇതിൽ യൂസ് ചെയ്യാം. ബട്ട് എന്താണ് ഫങ്ഷണലി ഓർ സ്ട്രക്ചറലി ഡിഫറെൻറ്റ് ഡിസൈൻ പാറ്റേൺ. ഓക്കെ, അതാണ് പറയുന്നത്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആർക്കിടെക്ചറൽ പാറ്റേൺ, ഡിസൈൻ പാറ്റേൺ, പിന്നെ ഐഡിയംസ്. ഓക്കെ, ഡിസൈൻ പാറ്റേൺ ആർക്കിടെക്ചറൽ പാറ്റേൺ എന്നാ പറയുന്നത്? ദീസ് പാറ്റേൺസ് ആർ ഹൈ ലെവൽ സ്ട്രാറ്റജീസ് ദാറ്റ് റെഫർ ടു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു സിസ്റ്റത്തിൻ്റെ ഓവറോൾ സ്ട്രക്ചറാണ് ആർക്കിടെക്ചറിൽ പറയുന്നത്. ഏറ്റവും ഹൈ ലെവൽ ഡിസൈനാണിത്. ഓക്കെ, അതായത് ഏറ്റവും താഴെയുള്ള സംഭവങ്ങളല്ല, ഇത് മൊത്തമായിട്ട് നമ്മളുടെ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തം സ്ട്രക്ചർ. ഓക്കെ, അതാണ് ആർക്കിടെക്ചറൽ പാറ്റേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു എന്താണ് വീടിൻ്റെയൊക്കെ പ്ലാന് നമ്മൾ കൊടുക്കൂലേ, അതുപോലെ തന്നെ. അപ്പോൾ അതിൽ ആ ഒരു പ്ലാന് കാണുമ്പോൾ നമുക്ക് അറിയാലോ ഈ ഒരു സിസ്റ്റം നമ്മളുടെ ആ ഒരു വീട് എങ്ങനെ വരും എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ആർക്കിടെക്ചറൽ പാറ്റേണിൽ പറയുന്നത്. ഓക്കെ, അതാണ് എന്താണ് ഹൈ ലെവൽ സ്ട്രാറ്റജീസ് ദാറ്റ് റെഫർ ടു ദി ഓവറോൾ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം. അതിൻ്റെ ഓവറോൾ സ്ട്രക്ചറും അതിൻ്റെ ഓർഗനൈസേഷനും. ഓക്കെ, ദിസ് ഈസ് ദേ ഡിഫൈൻ ദി എലിമെൻറ്റ്സ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം സച്ച് ആസ് സബ് സിസ്റ്റംസ്, കമ്പണൻസ്, ക്ലാസസ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന എലിമെൻറ്റ്സ്, അതിൻ്റെ സബ് സിസ്റ്റം എന്തൊക്കെയാണ്, അതിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണ്, അതിലെ ക്ലാസസ് എന്തൊക്കെയാണ്, അതൊക്കെ ഇതിൽ പറഞ്ഞിരിക്കും. അഡീഷൻ ദി ഓൾസോ ഇൻഡിക്കേറ്റ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എലിമെൻറ്റ്സ് അലോങ് വിത്ത് ദി റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ സ്പെസിഫൈങ് ദീസ് റിലേഷൻഷിപ്സ്. അതുകൂടാതെ എല്ലാ റിലേഷൻഷിപ്സും പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒരു വ്യൂ നമുക്ക് കിട്ടി. Note that the architectural pattern are often considered equivalent to what? Software architecture. നെക്സ്റ്റ് പറയുന്നത് ഡിസൈൻ പാറ്റേൺ ആണ്. ഡിസൈൻ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദീസ് പാറ്റേൺസ് ആർ മീഡിയം ലെവൽ സ്ട്രാറ്റജീസ് ദാറ്റ് ആർ യൂസ്ഡ് ടു സോൾവ് ഡിസൈൻ പ്രോബ്ലംസ്. ഇപ്പോൾ ഡിസൈൻ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? ഡിസൈൻ പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. ദേ പ്രൊവൈഡ് എ മീൻസ് ഫോർ റിഫൈൻമെൻറ്റ് ഓഫ് ദി എലിമെൻറ്റ്സ് ഓഫ് ദി സോഫ്റ്റ്വെയർ സിസ്റ്റം ഓർ റിലേഷൻഷിപ്പ് എമംഗ് them. Okay, specific design elements such as relationship among components or mechanisms that affect component to component interaction are addressed by design pattern. Okay, അപ്പോൾ ഈ കമ്പോണൻറ്റും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനും കാര്യങ്ങളും, അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ, അതായത് എല്ലാ പ്രൊജക്റ്റുകളിലും എന്താണ് ഈ കമ്പോണൻറ്റ് തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ കോമൺ ആയിട്ട് കുറേ പ്രശ്നങ്ങൾ വരാം. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻസ് ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവിടെ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് വരുമ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ഡിസൈൻ പാറ്റേൺ ആർ ഓഫേർഡ് കൺസിഡർഡ് ഇക്വലൻറ്റ് ടു വാട്ട്? സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ്. ഓക്കെ, ആർക്കിടെക്ചറിലും അത് തന്നെയാണ് പറയുന്നത്. ആ ഒരു ഓവറോൾ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൽ കമ്പോണൻസും ക്ലാസും സബ് ക്ലാസ്സസും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ പ്രോബ്ലംസ് വരുമ്പം നമ്മൾ അവിടെ ആർക്കിടെക്ചറൽ പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഡിസൈനിൻ്റെ ഭാഗത്ത് വരുന്ന സമയത്ത് നമ്മൾ ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്യും. എന്താണ് പാറ്റേൺ എന്ന് വെച്ചാലോ, നേരത്തെ ഇഡിയംസ്. ദീസ് പാറ്റേൺ ആർ ലോ ലെവൽ പാറ്റേൺസ് വിച്ച് ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്പെസിഫിക്. ദേ ഡിസ്ക്രൈബ് ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സോഫ്റ്റ്വെയർ കമ്പോണൻസ്. ഇപ്പോൾ ഇതിൽ പറയുന്നത് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതായത് കോഡിംഗ് പാർട്ട്. ദി മെത്തേഡ് യൂസ്ഡ് ടു ഇൻട്രാക്ഷൻ അമംഗ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് സെക്ടർ in a specific programming language. Note that idioms are often termed as coding pattern. അപ്പോൾ ഇത് കോഡിങ്, അപ്പോൾ അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ വരുന്ന സമയത്ത് വരുന്ന പ്രോബ്ലംസും സൊല്യൂഷൻസും. ഓക്കെ, അതാണ് ഇഡിയംസിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ആർക്കിടെക്ചർ. സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ റെഫേഴ്സ് ടു ദി സ്ട്രക്ചർ ഓഫ് ദി സിസ്റ്റം. നമ്മൾ പറഞ്ഞു അത് എന്താണ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് ദി സിസ്റ്റം ആണ്. വിച്ച് ഈസ് കമ്പണൻസ് ഓഫ് വേരിയസ് വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് വേരിയസ് കമ്പണൻസ് ഓഫ് എ പ്രോഗ്രാം ഓർ സിസ്റ്റം. ഓക്കെ, ദി അട്രിബ്യൂട്ട്സ് ഓഫ് ദോസ് കമ്പണൻസ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ദം. ഇപ്പോൾ കമ്പണൻറ്റ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൽ പ്രോഗ്രാം, കമ്പണൻറ്റ് ഓഫ് എ പ്രോഗ്രാം, അപ്പോൾ യൂസർ ഇൻ്റർഫേസ്, അതിൻ്റെ കോഡിങ്, അതിൻ്റെ അട്രിബ്യൂട്ട്സ്, ഓക്കെ, അതുപോലെ തന്നെ വേറെ കമ്പണൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഈ ആർക്കിടെക്ചറിൽ കാണിക്കും. ദി സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എനേബിൾസ് ദി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ടു അനലൈസ് ദി സോഫ്റ്റ്വെയർ ഡിസൈൻ എഫിഷ്യൻ്റ്ലി. ഓക്കെ, ഇൻ അഡീഷൻ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദം ഇൻ ഡിസിഷൻ മേക്കിംഗ് ബൈ ഹാൻഡ്ലിംഗ് റിസ്ക്. ഓക്കെ, റിസ്ക് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ദി സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഡസ് ദി ഫോളോയിങ്. എന്തൊക്കെയാണ് പറയുന്നത്? provides an insight to all interested stakeholders that enable them to communicate with each other. Okay, അപ്പം
നമ്മൾ നമ്മളൊരു അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ വരും? എല്ലാവരും വരാം. ഡെവലപ്പേഴ്സ് വരാം, ടെസ്റ്റേഴ്സ് വരാം, പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് ആരൊക്കെ? അതെല്ലാം മാനേജേഴ്സ് വരാം, ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യുന്നവർ വരാം, നമ്മളെ കസ്റ്റമേഴ്സ്, ഓക്കെ, എല്ലാവരെയും നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു ഇൻസൈറ്റ് അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പ്രൊവൈഡ്സ് ആൻ ഇൻസൈറ്റ് ടു ഓൾ ഇൻട്രസ്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ദാറ്റ് എനേബിൾ ദം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. അപ്പം അവർക്ക് ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇത് പ്രോപ്പറാണോ എന്നുള്ളതൊക്കെ ഈ ഡിസൈൻ കാണുമ്പോൾ മനസ്സിലാവും, ആ ഒരു ആർക്കിടെക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഹൈലൈറ്റ്സ് ഏർലി ഡിസൈൻ ഡിസിഷൻസ് വിച്ച് ഹാവ് ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഓൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസ് ലൈക്ക് കോഡിംഗ് ആൻഡ് ടെക്സ്റ്റിംഗ് ദാറ്റ് ഫോളോ ദി ഡിസൈൻ ഫേസ്. അപ്പോൾ എന്താണ് ഡിസൈൻ ഫേസിൽ എന്താണ് ഇത് ആ ഒരു ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ്സ് ഇൻ്റലക്ച്വൽ മോഡ്സ് ഓഫ് ഹൗ ദി സിസ്റ്റം ഈസ് ഓർഗനൈസ്ഡ് ഇൻ കമ്പണൻസ് ആൻഡ് ഹൗ ദിസ് കമ്പണൻസ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ ഓരോ കമ്പണൻസും എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഇൻട്രാക്ഷനും കാര്യങ്ങളും ഇതിൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സെപ്പറേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്? സെപ്പറേഷൻ ഓഫ് ഡേറ്റനെ നമ്മൾ എന്താണ് സെപ്പറേഷൻ ഓഫ് കൺസേൺസ് എന്നാണ് പറയുന്നത്. ദി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് സോഫ്റ്റ്വെയർ കോഡ് മസ്റ്റ് ബി സെപ്പറേറ്റഡ് ഇൻ ടു 2 sections called layers and components. To ensure proper implementation, the 2 sections must have little to no overlap between them and must have defined purpose of each component. ഓക്കെ, അപ്പം ലെയേഴ്സ് ആൻഡ് കമ്പണൻസ് നമുക്കറിയാം. ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ ലെയേഴ്സ് വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ ഡൊമെയിൻ, ബിസിനസ് ഡൊമെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആ ഒരു ലെയേഴ്സും, ഇപ്പോൾ നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ കോഡിനെ നമ്മൾ ഈ ലെയേഴ്സും എന്താണ് കമ്പണൻറ്റുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടു എൻഷ്യൂർ പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ, ഇപ്പം നമ്മൾ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് തമ്മിൽ ചെറിയൊരു ഓവർലാപ്പ് അല്ലെങ്കിൽ തീരെ ഓവർലാപ്പ് വരാത്ത രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുക. ഓക്കെ, ദി പ്രിൻസിപ്പിൾസ് അലൗ ഈച്ച് കമ്പോണൻറ്റ് ടു ബി ഡെവലപ്പ്, മെയിൻറ്റെയിൻ ആൻഡ് റീയൂസ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് വൺ അനദർ. ഓക്കെ, അപ്പോൾ കമ്പോണൻറ്റ് ഞാൻ പറഞ്ഞു എന്താണ്, അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ഒന്നിനോട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ചെയ്യില്ല. അപ്പോൾ ഈ അങ്ങനെ കമ്പോണൻറ്റ് ഇതാക്കി കഴിഞ്ഞാൽ നമുക്കത് വേറെ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ബട്ടൺ എന്ന് പറയുന്നത് ഒരു കമ്പോണൻ്റ് ആണ്. ഓക്കെ, ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പോണൻ്റ് ആണ്. അത് വേറെ പ്രൊജക്റ്റിൽ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ദിസ് ഈസസ് ദി development stage and benefits further updates or software since it allows the code to modify without needing to know the specific of other കമ്പോണൻസ്. അപ്പം നമുക്കിത് എന്താണ്, അതാണ് സെപ്പറേഷൻ ഓഫ് കൺസേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പോണൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനൊരു ഡിപ്പെൻഡബിലിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് അത് വേറെ പ്രൊജക്റ്റിലും റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് സെപ്പറേഷൻ ഓഫ് കൺസേൺസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്പോണൻറ്റിൽ എന്തെങ്കിലും അപ്ഡേഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം അത് വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അതാണ്. അപ്പം മാക്സിമം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡിപ്പെൻഡൻസി നമ്മൾ കുറച്ചിട്ടാണ് എപ്പോഴും ചെയ്യുക. അടുത്തത് മൊഡുലാരിറ്റി എന്ന് പറഞ്ഞാൽ മൊഡുലാരിറ്റി അച്ചീവ്സ് ബൈ ഡിവൈഡിങ് ദി സോഫ്റ്റ്വെയർ ഇൻ ടു യൂണിക്ലി നെയിംഡ് ആൻഡ് അഡ്രസ്സബിൾ കമ്പോണൻറ്റ്സ് വിച്ച് ആർ ഓൾസോ നോൺ ആസ് മൊഡ്യൂൾസ്. ഇപ്പോൾ ഈ മൊഡ്യൂൾസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാം വരും കേട്ടോ. ഇപ്പം നമ്മളൊരു ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ, ഇപ്പം അതിൽ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മളിപ്പം പർച്ചേസ് എന്ന് പറഞ്ഞൊരു ക്ലാസ്, സെയിൽസ് എന്ന് പറഞ്ഞൊരു ക്ലാസ്, ഓക്കെ, ദെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ക്ലാസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറയും ഓരോ മൊഡ്യൂൾസ് ആണെന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഒരു പ്രോഗ്രാം സെപ്പറേറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഫങ്ഷൻസ് ആക്കിയിട്ട് എഴുതുമല്ലോ, സബ് പ്രോഗ്രാംസ് ആക്കിയിട്ട് എഴുതുമല്ലോ, അതിനെയും നമ്മൾ മൊഡ്യൂൾസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് മൊഡ്യൂലാരിറ്റി ഈസ് അച്ചീവ്ഡ് ബൈ ഡിവൈഡിങ് സോഫ്റ്റ്വെയർ ഇൻ ടു യൂണിക്ലി നെയിംഡ് ആൻഡ് അഡ്രസ്സബിൾ കമ്പോണൻറ്റ്സ് വിച്ച് ആർ ഓൾസോ നോൺ ആസ് മൊഡ്യൂൾസ്. എ കോംപ്ലക്സ് സിസ്റ്റം, അതായത് ലാർജ് പ്രോഗ്രാം ഈസ് പാർട്ടീഷൻ ഇൻ ടു സെറ്റ് ഓഫ് ഡിസ്ക്രീറ്റ് മൊഡ്യൂൾസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈച്ച് മൊഡ്യൂൾ ക്യാൻ ബി ഡെവലപ്പ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ മൊഡ്യൂൾസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
നമ്മളുടെ ആ ഒരു ഒരു വലിയൊരു സിസ്റ്റം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു അക്കൗണ്ടിങ് അത് എന്ന് പറയുന്നത് നമ്മളുടെ സെപ്പറേറ്റ് ഇപ്പോൾ പർച്ചേസിൻ്റെ ഉള്ളിൽ നമ്മൾ പർച്ചേസ് എന്ന് പറഞ്ഞ ക്ലാസ് എഴുതും അതൊരു മൊഡ്യൂളാണ്. അതിൽ പർച്ചേസ് ഡീറ്റെയിൽസ് മാത്രമേ വരുള്ളൂ. സ്റ്റോക്ക് ആകുമ്പം സ്റ്റോക്ക് ഡീറ്റെയിൽസ് മാത്രം, സെയിൽസ് ആണെങ്കിൽ സെയിൽസ് ഡീറ്റെയിൽസ് മാത്രം. ആഫ്റ്റർ ഡെവലപ്പിംഗ് ദി മൊഡ്യൂൾ ദേ ആർ ഇൻറ്റഗ്രേറ്റഡ് ടു മീറ്റ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ ഓരോ മൊഡ്യൂൾസും നമ്മൾ ഡെവലപ്പ് ചെയ്യും, അത് ടെസ്റ്റ് ചെയ്യും. അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. പർച്ചേസും സ്റ്റോക്കുമായിട്ട്, സ്റ്റോക്കും ഓക്കെ, പിന്നെ സെയിൽസും സ്റ്റോക്കുമായിട്ട് ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, എന്തിനാണ് ആ ഒരു ഒരു മൊത്തം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്ത് പോകാൻ. നോട്ട് ദാറ്റ് ലാർജർ ദി നമ്പർ ഓഫ് മൊഡ്യൂൾ സിസ്റ്റം ഇസ് ഡിവൈഡ് ഇൻ ടു ഗ്രേറ്റർ വിൽ ബി എഫേർട്ട് റിക്വയർഡ് ടു ഇൻറ്റഗ്രേറ്റ് ദി മൊഡ്യൂൾസ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ഒരു എഫേർട്ട് അവിടെ വേണം. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓക്കെ, അത് ഒന്ന്. ദെൻ ഇവിടെ നമ്മളുടെ ഒരു മെയിൻ പ്രോഗ്രാം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് പല ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, മോഡുലറൈസിങ് എ ഡിസൈൻ ഹെൽപ്പ് ടു plan the development in more effective manner, accommodate change easily, conduct testing and debugging effectively and efficiently, and conduct maintenance work without adversely affecting the functionality of the software. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇൻഫോർമേഷൻ ഹൈഡിങ്. നിങ്ങൾ ഇതിൽ UPS കോൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ടാകും. ഇൻഫോർമേഷൻ ഹൈഡിങ് മൊഡ്യൂൾ ഷുഡ് ബി സ്പെസിഫൈഡ് ആൻഡ് ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോസസ്സിംഗ് ഡീറ്റെയിൽസ് ഓഫ് വൺ മൊഡ്യൂൾ ആർ നോട്ട് ആക്സസിബിൾ ടു അതർ മൊഡ്യൂൾസ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം മൊഡ്യൂൾ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഒരു മൊഡ്യൂളിലുള്ള ഇൻഫോർമേഷൻ വേറൊരു മൊഡ്യൂളിലേക്ക് പോവാതിരിക്കുക. They pass only that much information to each other which is required to accomplish the software function. അപ്പോൾ ഇവർ ഷെയർ ചെയ്യുന്നത് ഓൺലി കുറച്ചൊരു സംഭവം മാത്രമായിരിക്കും. ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷനിന് വേണ്ടിയിട്ട് എന്താണ് ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഷെയർ ചെയ്യേണ്ടി വരും. അത് മാത്രമാണ് മറ്റ് മൊഡ്യൂളുകൾക്ക് വിസിബിളായിട്ടിടുക. The way of hiding unnecessary details is referred to as what? Information hiding. Information hiding as the technique of what? നമ്മൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന സംഭവമല്ലേ. എന്താണ് എൻക്യാപ്സുലേഷൻ? ബൈൻഡിങ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഓക്കെ, അപ്പം ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി അട്രിബ്യൂട്ട്സും നമ്മളുടെ അതാണ് ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, പിന്നെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫങ്ഷൻസും. ഓക്കെ, അപ്പം നമ്മൾ ചിലത് പ്രൈവറ്റ് ആക്കി കൊടുക്കും, ചിലത് പബ്ലിക് ആക്കി കൊടുക്കും, ചിലത് പ്രൊട്ടക്റ്റ് ആക്കി കൊടുക്കും. നമ്മൾ ആക്സസ് മോഡിഫയേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇൻഫോർമേഷൻ ഹൈഡിങ്. അപ്പോൾ പ്രൈവറ്റ് ഡേറ്റ ആകുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ല, പബ്ലിക് ആകുമ്പോൾ എല്ലാവർക്കും അത് കാണാൻ പറ്റും. പ്രൊട്ടക്റ്റഡ് ആകുമ്പം ഇൻഹെറിറ്റൻസ് ചെയ്യുന്ന ക്ലാസ്സുകൾക്ക് അത് കിട്ടും. പിന്നെന്താണ് ഡിഫോൾട്ട്, ജാവയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഡിഫോൾട്ട് ഉണ്ട്, അത് വിത്തിൻ ആ പാക്കേജ് മാത്രം, ഒരു പാക്കേജിൽ എത്ര ക്ലാസ് ഉണ്ടോ അവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, അതൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, ഇൻഫർമേഷൻ ഹൈഡിങ് is used when modification are required during the testing and maintenance phase. Some of the advantages associated with the information hiding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ emphasize communication through controlled interface, decrease the probability of adverse effects, restrict the effect of changes in one component on others, results in high quality software. Next, functional independence. ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫങ്ഷൻസ് തമ്മിലുള്ള ആ ഒരു ഇൻഡിപെൻഡൻറ്റ്, അതായത് കൊഹഷനും പിന്നെ വരുന്നത് കപ്ലിങ്ങുമാണ്. ഓക്കെ, കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളിൽ തന്നെ, ഇപ്പം ഒരു പർച്ചേസ് എന്ന് പറഞ്ഞുള്ള മൊഡ്യൂളിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട്, അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, അതാണ് കൊഹഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊഡ്യൂളും നെക്സ്റ്റ് മൊഡ്യൂളും. ഓക്കെ, ഇപ്പോൾ പർച്ചേസും സ്റ്റോക്കും. ഓക്കെ, അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ, സ്റ്റോക്ക് എന്ന് പറയുന്നത് വേറൊരു മൊഡ്യൂൾ. അപ്പം പർച്ചേസും സ്റ്റോക്കും അതാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു സോഫ്റ്റ്വെയർ ആകുമ്പം കൊഹഷൻ സ്ട്രോങ് ആയിരിക്കണം. നല്ലൊരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ആണെങ്കിൽ കൊഹഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, അതായത് നല്ല ഒരു ബൈൻഡിങ് ഉണ്ടായിരിക്കണം. ഈ ഒരു മൊഡ്യൂളിൽ തന്നെയുള്ള ഫങ്ഷൻസുകൾ തമ്മിൽ നല്ലൊരു ഇതുണ്ടായിരിക്കണം. അതാണ്
കൊഹഷൻ എന്ന് പറയുന്നത്. കപ്ലിംഗ് എന്ന് പറയുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ട ഒരു സംഭവമാണ് ഈ കപ്ലിംഗ്. അതായത് രണ്ട് മൊഡ്യൂൾസ് തമ്മിലുള്ള ആ ഒരു സംഭവം. ഓക്കെ, രണ്ട് മൊഡ്യൂൾസ്, ഫോർ എക്സാമ്പിൾ പർച്ചേസും സ്റ്റോക്കും. അപ്പം ഇവിടെയുള്ള ഈ ഒരു പർച്ചേസിലുള്ള ഫങ്ഷൻസ് സ്റ്റോക്കിലുള്ള ഫങ്ഷൻസിനെ മൊത്തമായിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഒഴിവാക്കുക. അപ്പം മനസ്സിലായല്ലോ, കൊഹഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ മൊഡ്യൂളാണ്, കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെപ്പറേറ്റ് മൊഡ്യൂൾസ് ആണ്. ഓക്കെ, കൊഹഷൻ ഇൻട്രാ ആണ്, കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻറ്റർ ആണ്. ഓക്കെ, അത്രയും ആലോചിച്ച് വയ്ക്കുക. കൊഹഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രാ, വിത്തിൻ, ഇൻട്രാ. ഓക്കെ, കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇൻറ്റർ, ബിറ്റ്വീൻ മൊഡ്യൂൾസ്. അപ്പം ഇത് മാക്സിമം കുറയ്ക്കുക, കൊഹഷൻ മാക്സിമം കൂട്ടുക. അതാണൊരു ഗുഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. Cohesion is an extension of information hiding concepts. A cohesive module patterns a single task and it requires a small interaction with other components in other parts of the program. Coupling is an indication of interconnection between modules in a structure of software. Okay. Types of coupling. ഒന്ന് ഡേറ്റ കപ്ലിംഗ്. ഡേറ്റ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇഫ് ദി ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ മൊഡ്യൂൾസ് ഈസ് ബേസ്ഡ് ഓൺ ദി ഫാക്ട് ദാറ്റ് ദേ കമ്മ്യൂണിക്കേറ്റ് ബൈ പാസിംഗ് ഓൺലി ഡേറ്റ. ഓക്കെ, കപ്ലിങ്ങിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡേറ്റ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫംഗ്ഷനിൽ വേറൊരു ഫംഗ്ഷനിലേക്ക് ഡേറ്റ പാസ് ചെയ്യുക. അതായത് രണ്ട് മൊഡ്യൂൾസ് തമ്മിലുള്ള if the dependency between modules is based on the fact that they communicate by passing only data, then the modules are said to be what, data coupled. ഒരു ഫംഗ്ഷന്, ഒരു മൊഡ്യൂളുള്ള ഫംഗ്ഷന് വേറൊരു മൊഡ്യൂളുള്ള ഫംഗ്ഷനിലേക്ക് ഡേറ്റ പാസ് ചെയ്യാം. Okay, then the modules are said to be data coupled. In data coupling, the components are independent to each other and communicating through data. അപ്പോൾ ഈ ഡേറ്റ കപ്ലിങ്ങിൽ എന്താണ്, കമ്പണൻസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അത് ഈ ഡേറ്റ പാസ് ചെയ്യുന്നതിൽ കൂടിയാണ് എന്നാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. മൊഡ്യൂൾ കമ്മ്യൂണിക്കേഷൻ ഡു നോട്ട് കണ്ടെയ്ൻ ട്രാം ഡേറ്റ. എക്സാമ്പിൾ കസ്റ്റമർ ബില്ലിംഗ് സിസ്റ്റം. ഓക്കെ, അടുത്തത് സ്റ്റാമ്പ് കപ്ലിംഗ്. സ്റ്റാമ്പ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ സ്റ്റാമ്പ് കപ്ലിംഗ് ദി കംപ്ലീറ്റ് ഡേറ്റ സ്ട്രക്ചർ ഈസ് പാസ്ഡ് ഫ്രം ഒരു സ്ട്രക്ചർ മൊത്തം, ഒരു ഡേറ്റ സ്ട്രക്ചറാണ് എന്താ ഒരു മൊഡ്യൂളിൽ നിന്ന് വേറൊരു മൊഡ്യൂളിലേക്ക് പാസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് ട്രാം ഡേറ്റ. ഇറ്റ് മേ നെസസറി ഡ്യൂ ടു എഫിഷ്യൻറ്റ് ഫാക്ടേഴ്സ്. ദിസ് ചോയ്സ് മേ ബി ഇൻസൈറ്റ്ഫുൾ ഡിസൈനേഴ്സ്, നോട്ട് ലേസി പ്രോഗ്രാമേഴ്സ്. നെക്സ്റ്റ് കൺട്രോൾ കപ്ലിംഗ്. കൺട്രോൾ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്നുള്ള ഒരു മൊഡ്യൂളിലുള്ള സംഭവം വേറൊരു മൊഡ്യൂളിനെ കൺട്രോൾ ചെയ്യുക. ഇഫ് ദി മൊഡ്യൂൾസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ പാസിംഗ് കൺട്രോൾ ഇൻഫോർമേഷൻ, then they are said to be control coupled. It can be bad if parameters indicate completely different behavior and good if parameters allow factoring and reuse of functionality. Okay. Then external coupling. External coupling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, in external coupling the modules depend on other modules external to the software being developed. അപ്പോൾ അതാണ് എക്സ്റ്റേണൽ കപ്ലിംഗ് എന്ന് പറയുന്നത്. ഒരു മൊഡ്യൂൾ വേറൊരു മൊഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. നെക്സ്റ്റ് വരുന്നത് കോമൺ കപ്ലിംഗ്. കോമൺ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊഡ്യൂൾസ് ഒരു ഗ്ലോബൽ ഡേറ്റേനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ദി മൊഡ്യൂൾസ് ഹാവ് ഷെയർ ഡേറ്റ സച്ച് ആസ് ഗ്ലോബൽ ഡേറ്റ സ്ട്രക്ചർ. ഓക്കെ, the changes of global data means tracking back to all modules which access the data to evaluate the effect of changes. So it has got disadvantages like difficulty in reusing modules. Okay, ഇപ്പോൾ മൊഡ്യൂൾസ് റീയൂസ് ചെയ്യുന്നതിലൊക്കെ ഇത് പ്രോബ്ലം ഉണ്ടാകും, കാരണം ഒരു ഗ്ലോബൽ ഡേറ്റ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കണ്ടൻറ് കപ്ലിംഗ്. ഇൻ കണ്ടൻറ് കപ്ലിംഗ് വൺ മൊഡ്യൂൾ ക്യാൻ മോഡിഫൈ ദി ഡേറ്റ ഓഫ് അനദർ മൊഡ്യൂൾ or control flow is passed from one module to other module. അതാണ് കണ്ടൻറ് കപ്ലിംഗ് എന്ന് പറയുന്നത്. വൺ മൊഡ്യൂൾ ക്യാൻ മോഡിഫൈ, അതായത് ഒരു മൊഡ്യൂളിന് വേറൊരു മൊഡ്യൂളിലെ ഡേറ്റേനെ മോഡിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അതാണ് കണ്ടൻറ് കപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കൊഹഷൻ്റെ കേസിലാവുന്ന എന്താണ്, ഫങ്ഷണൽ കൊഹഷൻ. എ വെരി എസെൻഷ്യൽ എലിമെൻറ്റ് ഫോർ എ സിംഗിൾ computation is contained in the component. A functional cohesion performs the task and function. It is an ideal situation. Okay, functional cohesion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫംഗ്ഷൻ്റെ അകത്തുള്ള സംഭവം തന്നെ.
അപ്പോൾ അതിലുള്ള ആ ഒരു ലൈൻസ് ഓഫ് കോഡ് ഉണ്ടല്ലോ, അത് പരസ്പരം ഡിപ്പെൻഡ് ചെയ്തിട്ട് വരിക. ഓക്കെ, നല്ല സ്ട്രോങ് ആയിരിക്കാം. നെക്സ്റ്റ് സീക്വൻഷ്യൽ കൊഹഷൻ. അതെന്ന് വെച്ചാൽ എന്താണ്? ആൻ എലിമെൻറ്റ് ഔട്ട്പുട്ട് സം ഡേറ്റ ആൻഡ് ബിക്കംസ് ദി ഇൻപുട്ട് ഫോർ ദി അതർ എലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷൻ്റെ ഇൻപുട്ടായിട്ട് വരിക, അതാണ് സീക്വൻഷ്യൽ കൊഹഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡേറ്റ ഫ്ലോ ബിറ്റ്വീൻ പാർട്സ്. ഇറ്റ് occurs naturally in functional programming languages. Next, communication cohesion. Communicational cohesion എന്താ പറയുന്നത്? Two elements operate on the same input data or contributes towards the same output data. Okay, അതായത് രണ്ട് എലിമെൻറ്റ്സ് എന്താണ് ഒരേ സംഭവത്തിൽ വർക്ക് ചെയ്യുക, അതായത് അപ്ഡേറ്റ് റെക്കോർഡ്സ് ഇൻ ദി ഡേറ്റാബേസ് ആൻഡ് സെൻഡ് ഇറ്റ് ടു ദി പ്രിൻറ്റർ. ഓക്കെ, അതാണ് ഒരേ സാധനത്തിൽ തന്നെ രണ്ട് കാര്യങ്ങൾ വർക്ക് ചെയ്യുക. ദെൻ പ്രൊസീജിയറൽ കൊഹഷൻ. പ്രൊസീജിയറൽ കൊഹഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എലിമെൻറ്റ്സ് ഓഫ് പ്രൊസീജിയറൽ കൊഹഷൻ എൻഷുവേഴ്സ് ദി ഓർഡർ ഓഫ് എക്സിക്യൂഷൻ. ആക്ഷൻസ് ആർ സ്റ്റിൽ വീക്ക്ലി കണക്റ്റഡ് ആൻഡ് അൺലൈക്ലി ബി റീയൂസബിൾ. ഓക്കെ, അതിൻ്റെ ആ ഒരു പ്രൊസീജിയറൽ കൊഹഷൻ ആൻഡ് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ, ഏത് ഓർഡറിൽ അത് എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ABCD എന്ന് പറഞ്ഞിട്ടുള്ള 3 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം A കഴിഞ്ഞ് ആദ്യം എന്താണ്, ഇപ്പോൾ A നേരിക്കും വേറെ ഒന്നിനെ കോൾ ചെയ്തെടുക്കുക. അപ്പോൾ എന്താണ്, ആദ്യം C എക്സിക്യൂട്ട് ചെയ്യണം, പിന്നെ B എക്സിക്യൂട്ട് ചെയ്യണം, അങ്ങനെ ആ ഒരു ഓർഡർ അതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ്, ഇത് ഫുള്ള് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ റീയൂസബിലിറ്റി നമുക്ക് കുറവായിരിക്കും. പ്രൊസീജിയറൽ കൊഹഷൻ. ടെമ്പറൽ കൊഹഷൻ എന്ന് പറയുന്നത് എന്താണ്? The elements are related by timing involved. Okay, a module connected with the temporal cohesion, all the tasks must be executed in the same time span. അപ്പോൾ ഒരേ ടൈമിൽ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയണം. നെക്സ്റ്റ് ലോജിക്കൽ കൊഹഷൻ. എന്താണ് ലോജിക്കൽ കൊഹഷൻ എന്ന് പറയുന്നത്? ദി എലിമെൻറ്റ്സ് ആർ ലോജിക്കലി റിലേറ്റഡ് ആൻഡ് നോട്ട് ഫങ്ഷണലി. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? എ കമ്പണൻറ്റ് റീഡ്സ് ഇൻപുട്ട് ഫ്രം ടേപ്പ്, ഡിസ്ക് ആൻഡ് നെറ്റ്വർക്ക്. All the codes for these function is same component. Operates are related but functionality are significantly related. അതാണ് ലോജിക്കൽ കൊഹഷൻ എന്ന് പറയുന്നത്. അതായത് ഫങ്ഷണലി ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പക്ഷേ ലോജിക്കലി എല്ലാത്തിലും ഒന്ന് തന്നെയാണ് സമയം. അതായത് ടേപ്പിൽ റീഡ് ചെയ്യുന്നുണ്ട്, ഡിസ്കിൽ റീഡ് ചെയ്യുന്ന, അതുപോലെ നെറ്റ്വർക്കിലും. അപ്പോൾ ലോജിക്കലി സെയിം സംഭവമാണ്, പക്ഷേ ഫങ്ഷണലി ഇത് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ആണ് പെർഫോം ചെയ്യുന്നത്. ടേപ്പിൽ റീഡ് ചെയ്യുന്ന പോലെയല്ലോ ഡിസ്കിൽ. ഓക്കെ, അതാണ് പറയുന്നത്. അടുത്തത് കോയിൻസിഡൻ്റൽ കൊഹഷൻ. ദി എലിമെൻറ്റ്സ് ആർ നോട്ട് റിലേറ്റഡ്, അതായത് അൺറിലേറ്റഡ് ആയിരിക്കും, അതാണ് കോയിൻസിഡൻ്റ് ആയിട്ട് നടക്കുന്ന സംഭവം. അതായത് ദി എലിമെൻറ്റ്സ് ഹാവ് നോ കോൺസെപ്ച്വൽ, അതായത് എലിമെൻറ്റ്സ് തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഓക്കെ, അതായത് സോഴ്സ് കോഡ് അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, പക്ഷേ ഇറ്റ് ഈസ് ആക്സിഡൻ്റൽ ആൻഡ് വർത്ത് ഫ്രം കൊഹഷൻ. എക്സാമ്പിൾ, print next line and reverse the characters of a string in a single component. ഓക്കെ, അതാണ് ആക്സിഡൻ്റൽ. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് നെക്സ്റ്റ് ലൈൻ, നെക്സ്റ്റ് ലൈൻ പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു, പക്ഷേ എന്താണ്, പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ്, ഒരു സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സ് റിവേഴ്സ് ചെയ്യുക, അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അതാണ് അൺറിലേറ്റഡ് എന്ന് പറയുന്നത്, അതാണ് കോയിൻസിഡൻ്റൽ കൊഹഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതർ ദാൻ ദി ലൊക്കേഷൻ ഇൻ സോഴ്സ് കോഡ്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ, ഓക്കെ, സോഴ്സ് കോഡിൻ്റെ ഒരു ലൊക്കേഷൻ മാത്രമാണ് അതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വേറൊരു ഡിപ്പെൻഡൻസിയോ ഒന്നും ഇല്ല. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കൊഹഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫങ്ഷണൽ കൊഹഷൻ ആണ്. ഓക്കെ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള. പിന്നെ താഴത്തേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു എന്താണ്, അത് വീക്കായിട്ട് വരും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊഹഷൻ എന്ന് പറഞ്ഞാൽ ഫങ്ഷണലാണ്, പിന്നെ സീക്വൻഷ്യൽ. ഓക്കെ, നിങ്ങൾ ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കുക ഈ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ എക്സാമും എഴുതാൻ പോകുമ്പോഴും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം നെറ്റൊക്കെ എഴുതുന്നവരാണെങ്കിൽ ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ഒരു കൊഹഷൻ കപ്ലിംഗ് ഒക്കെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇപ്പം തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റിഫൈൻമെൻറ്റ് ഓർ റിമൂവ് ഇംപ്യൂരിറ്റീസ്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കളയുക കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്.
എന്തിനാണ്? ക്വാളിറ്റി ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. Refinement simply means to refine something to remove any impurities if present and increase the quality. The refinement concept of software design is actually a process of developing or presenting the software system in detailed manner. That means they elaborate a system or software. Refinement is very necessary to find out any error if present and then to reduce it. Okay. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റീഫാക്ടറിങ്. റീഫാക്ടറിങ് എന്താണ്? ഇറ്റ് ഈസ് എ റീഓർഗനൈസേഷൻ ടെക്നിക് വിച്ച് സിംപ്ലിഫൈസ് ദി ഡിസൈൻ ഓഫ് കമ്പോണൻറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ഈസ് ഫങ്ഷൻ ബിഹേവിയർ. ഓക്കെ, അതാണ് റീഫാക്ടറിങ്. റീഫാക്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പുറമെ കാണുമ്പം യാതൊരു വ്യത്യാസവും അതിൻ്റെ ഫങ്ഷൻസിലൊന്നും തീരെ ചേഞ്ച് ഒന്നും വരുന്നില്ല, പക്ഷേ ഉള്ളിലുള്ള കോഡിൽ ചേഞ്ചസ് വരുത്തുക. അതാണ് റീഫാക്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സിംപ്ലിഫൈസ് ദി ഡിസൈൻ ഓഫ് കമ്പോണൻറ്റ്സ് വിതൗട്ട് ചേഞ്ചിങ് ഈസ് ഫങ്ഷണൽ ബിഹേവിയർ. ഓക്കെ, അതിനുള്ള ഉള്ളിലുള്ള സംഭവങ്ങൾ ക്വാളിറ്റി കൂട്ടുക, അത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഫങ്ഷണൽ ബിഹേവിയറിന് അതാണ് റീഫാക്ടറിങ്. അതിൻ്റെ ഫങ്ഷണൽ ബിഹേവിയർ ചേഞ്ച് ചെയ്യാതെ. റീഫാക്ടറിങ് ഈസ് ദി പ്രോസസ് ഓഫ് ചേഞ്ചിങ് സോഫ്റ്റ്വെയർ സിസ്റ്റം ഇൻ എ വേ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദി എക്സ്റ്റേണൽ ബിഹേവിയർ ഓഫ് ദി കോഡ്, still improves its internal structure. അതാണ് റീഫാക്ടറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഡിസൈൻ കോൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ.